എന്തോ ഒരു ആത്മബന്ധം അത്രേ പറയാനറിയാനുള്ളൂ, പറയാൻ അറിയത്തുള്ളൂ. ഏതോ ഗ്രൂപ്പിൽ കണ്ടിട്ട് പരിചയം. അപ്പൊ നീയല്ലാതെ ഗ്രൂപ്പ് അഡ്മിൻ. ഞാൻ മറന്നു. എത്രയാ 537 പാർട്ടിസിപ്പൻസ് ഉണ്ട്. ബെസ്റ്റ്. എനിക്ക് ഓർമ്മയില്ല, നീ അപ്പൊ അതിലില്ലല്ലോ. ഞാനതൊക്കെ ഒഴിവാക്കി. അപ്പൊ എനിക്ക് അയ്യോ, ഞാനൊന്നും ചെയ്തില്ല, എല്ലാം നീയാ ചെയ്തേ. ഞാനൊന്നും ചെയ്തില്ല, നീ എന്നെ പറഞ്ഞേ, നീ എന്നെ മെസ്സേജ് അയച്ചേ. ഞാനൊന്നും അറിയില്ല രാമ. തന്നെയല്ലേ പിന്നെ ഞാനൊന്നും അറിഞ്ഞില്ല. ഞാൻ എന്ത് പെടുത്തിയ നിന്നെ? ഞാൻ എന്ത് പെടുത്തിയ നിന്നെ? മെസ്സേജ് അയച്ച് പെടുത്തിയില്ലേ? ഇല്ല, എങ്ങനെയാ പെട്ടുപോണെ? എങ്ങനെയാ പെട്ടെ? നീ പെടുത്തിട്ട് ഇഷ്ടണ്ടായിട്ട്, ഇഷ്ടണ്ടാവുമ്പോ പെടൂലേ? അയ്യോ, ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഇങ്ങനെ സംഭവത്തിൽ നിന്നിട്ടില്ല. ഇനി നിക്കാലോ. സത്യം, അള്ളാഹുവാണ് സത്യം. ഇനി നിക്കാലോ. എന്താ പറഞ്ഞ അറിയില്ല, ഒഴിവാക്കാനും കഴിയുന്നില്ല. നീ എന്താണ് സത്യം പറഞ്ഞ? അള്ളാഹുവാണ് സത്യമാ? എനിക്കെല്ലാം അറിയാം, സുന്നത്ത് അറിയാ, മൗലൂദ് അറിയാ. അടിപൊളി. ഞങ്ങളപ്പുറത്ത് താമസിക്കുന്നവര് അതിന്റെ കൂട്ടാ. അപ്പൊ അപ്പുറത്തെ പേർക്കാരൊന്നും നിന്നെ നോട്ടിടാറില്ലേ? ഇല്ല. എന്തത്? സീസന്റെ ചേക്കന്മാരാ. അയ്യേ, ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി അപ്പുറത്ത് നിൽക്കുമ്പോ എങ്ങനെ നോക്കാണ്ടിരിക്കും? അയ്യേ, ഈ ഫോട്ടോയില് കാണുന്ന ചന്തൊന്നും നേരിട്ട് കാണുമ്പോല്ല. പിന്നെ മൊബൈലിൽ എങ്ങനെ വേണമെങ്കിലും ഫോട്ടോ എടുക്കാലോ. പെണ്ണുങ്ങളെ സ്ഥിരം ഡയലോഗാണല്ലോ ഇത്. സ്ഥിരം ഡയലോഗാണ് പെണ്ണുങ്ങളെ. ശീലം ഉണ്ടാവും, ശീലം എനിക്കില്ല. കേൾക്കാൻ ഞാൻ ഇതുവരെ തിന്നിട്ടില്ല. നീ സ്ഥിരമായിട്ട് എല്ലാവരോടും പറയുന്ന ഡയലോഗാ. നല്ലതായി. ടീച്ചറമ്മ, എവിടുത്തെ ടീച്ചറമ്മയാ? നിങ്ങളെന്തിന്റെ ടീച്ചറാ? ഞാൻ പ്രീ പ്രൈമറി. എന്തേ പറ്റിയില്ല? എനിക്കെന്താ, എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങളിനി പണിയെടുക്കുന്നില്ലല്ലോ, എനിക്കെന്ത് കുഴപ്പം? നീയെ പഠിപ്പിക്കാൻ പോണില്ല, പഠിപ്പിച്ചിട്ട് കാര്യമില്ല. ടീച്ചറിനെ ചെയ്യുമ്പോ മക്കളെ പഠിപ്പിക്കാൻ നീ പോണില്ല. അങ്ങനെ പറയല്ലേ, ഇത് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ചെയ്യുന്നത്. അത് എല്ലാരും അങ്ങനെയല്ലേ, ഇഷ്ടം കൂടിയാല്. മനസ്സിനുള്ളിൽ ഒരാളിങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും ഒരു മൂടുണ്ടാവില്ല, എല്ലാം ഒരാൾ മാത്രം. ശരിയല്ലേ? അതന്നെ ശരിയാണ്. അവസാനം വിളിച്ചോടാ ആയോ? ഞാൻ ഒരിക്കലും തയ്യാറ, എന്റെ മക്കളെ കുട്ടിയാണ് ഇങ്ങോട്ടും വരില്ല. അങ്ങനൊന്നും വേണ്ട, നമ്മളിങ്ങനെ തന്നെ മതി, ഇങ്ങനെയുള്ള ഇതൊക്കെ മതി. അല്ലെങ്കിൽ തന്നെ എന്റെ ഏട്ടൻ പറയുന്നുണ്ട്, എനിക്ക് എപ്പോഴും ഫോണിലാണ് പരിപാടി പറയുന്നുണ്ട്. ഏട്ടന്റെ അടുത്തൊന്നും പോണ്ട, ഏട്ടൻ ഫോൺ ചെക്കാക്കിയ പിന്നെ തീർന്നു. ഈ ചേട്ടനല്ലേ എന്റെ ചേട്ടനെ. നിങ്ങൾക്കിപ്പോ എത്ര വയസ്സ്? 30 വയസ്സും 27 വയസ്സുള്ള പയ്യനും. മാത്രല്ല ഹിന്ദു മുസ്ലിമും. ഭയങ്കര പറ്റത്തില്ല. ഇനിയിപ്പോ എല്ലാരും നാട്ടുകാരെ വിളിച്ചിട്ട് വന്നില്ലല്ലോ നമ്മള്. ഇല്ല, നമ്മള് നീ മാത്രല്ലേ അറിയുന്നേ, വേറെ ആരും അറിയില്ലല്ലോ. ഞാനും നീ മാത്രല്ലേ. നിനക്ക് പ്രശ്നമുണ്ടോ? ഞാൻ മുസ്ലിം ആയത് എന്റെ മുറിച്ചതാ. നീ എന്താ അങ്ങനെ പറയുന്നത്? സുന്നത്തെന്ന് പറഞ്ഞ പോലെ. ഞങ്ങളെ നാട്ടില് ചോദിക്കും, നിനക്ക് മുറിച്ചത് വേണോ മുറിക്കാത്തത് വേണോ? അത് പെണ്ണുങ്ങളിങ്ങനെ ചിരിക്കും. അതെ, അല്ല മാങ്ങ മുറിച്ചിട്ട് വേണോ മുറിക്കാത്തത് വേണോ ചോദിക്കും. അതുകൊണ്ട് ചോദിച്ചാ, ഇങ്ങനെ വല്ല മുറിച്ചതിന് വല്ല ഇഷ്ടക്കേടായിട്ട് തോന്നിയാലോ? അത് കാമല്ലേ, ഇത് ഇഷ്ടം, പ്രണയം, പ്രേമം, അത് കാമം. എന്ത്? അത് പ്രേമത്തിനാവുന്നില്ല? ആര് പറഞ്ഞു? എനിക്കില്ല. പിന്നെ അപ്പൊ എന്റെ ഹസ്ബൻഡിനായിട്ട് നീ പ്രേമൊന്നും ഇല്ലല്ലേ? 2 കുട്ടികളായത് വേണ്ടിട്ടാ? അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ലേ? വേറൊന്നുമില്ല. പിന്നെ മുന്നൊന്നും പ്രേമിച്ചിട്ടില്ല അപ്പൊ നീ? ഇല്ല. നല്ലതായി. സ്കൂളിൽ പഠിക്കുമ്പോ